വെൽക്കം ബാക്ക് ടു Xylem ലേണിംഗ്. ഇറ്റ്സ് മീ മുഫീദ. മക്കളെ, നമ്മളിപ്പം 10ാം ക്ലാസ്സിൽ എത്തിയിരിക്കുകയാണല്ലേ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലൈഫിൽ നമ്മൾ എഴുതാൻ പോകുന്ന ആദ്യത്തെ ബോർഡ് എക്സാമാണ് നമുക്ക് മുന്നിൽ വരാൻ പോകുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മളെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ നമ്മൾ കാണാൻ പോകുന്ന ആദ്യത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും MCQs എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ കേട്ടിട്ടുണ്ട് ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് എ ബെസ്റ്റ് ഇംപ്രഷൻ. അങ്ങനെയാണെങ്കിൽ MCQs ഒക്കെ നല്ല രീതിയിൽ എഴുതാൻ കഴിഞ്ഞാൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് എവിടെ നിന്നോ വരും അല്ലേ. അപ്പോൾ ആ കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ആൻഡ് ഹിയർ വി ടുഡേ ഡിസ്കസിങ് ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള MCQs ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോ. ദി ആംഗിൾ ബിറ്റ്വീൻ ആൻ ഇൻസിഡന്റ് റേ ആൻഡ് ദ പ്ലെയിൻ മിറർ ഈസ് 35 ഡിഗ്രി. അപ്പം എന്ത് ചെയ്യണം, കാര്യങ്ങൾ അങ്ങോട്ട് മാർക്ക് ചെയ്യുക. ആൻഡ് ഇൻസിഡന്റ് റേ ആൻഡ് ദ പ്ലെയിൻ മിറർ എത്രയാണ്, 35 ഡിഗ്രി. ഓക്കെ, കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ദി ടോട്ടൽ ആംഗിൾ ബിറ്റ്വീൻ ദ ഇൻസിഡന്റ് റേ ആൻഡ് ദ റിഫ്ലക്റ്റഡ് റേ അല്ലേ. നമ്മൾ നോക്കണം കേട്ടോ, എവിടെയുള്ള ആംഗിളാണ് ഇവിടെ തന്നിട്ടുള്ളത് എന്നുള്ളതൊക്കെ നന്നായിട്ട് വായിച്ച് നോക്കണം. ചിലരത് നന്നായിട്ട് വായിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ആൻസർ തെറ്റിപ്പോകും. സോ നമുക്കറിയാം റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ലൈറ്റ് റേ വന്നു കഴിഞ്ഞ് എന്ത് ചെയ്യും അല്ലേ, ബൗൺസ് ബാക്ക് ടു ദ സെയിം മീഡിയ ആണെന്നൊക്കെ നമുക്കറിയാം അല്ലേ. അപ്പോൾ ഒന്ന് നോർമൽ വരച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു ലൈറ്റ് റേ വന്നു കഴിഞ്ഞു, ലൈറ്റ് റേ വരുന്നു, ഈ വരുന്ന റേക്കാണ് നമ്മൾ പറയുന്നത് ഇൻസിഡൻറ്റ് റേ അല്ലേ. അതെന്ത് ചെയ്യുന്നു, ബൗൺസ് ബാക്ക് ടു ദ സെയിം മീഡിയം, അത് നമ്മൾ പറയുന്ന പേരാണ് റിഫ്ലക്റ്റഡ് റേ. ഓക്കെ, തന്നിരിക്കുന്നു 35 ഡിഗ്രി തന്നിട്ടുണ്ടല്ലേ. അതെന്താ തന്നിട്ടുള്ളത്, ദി ആംഗിൾ ബിറ്റ്വീൻ ഇൻസിഡൻറ്റ് റേ ആൻഡ് ദ പ്ലെയിൻ മിറർ. അവിടെയാണ് നമ്മൾ തെറ്റിപ്പോവുക. ഇതാണ് നമ്മുടെ പ്ലെയിൻ മിറർ എന്ന് പറയുന്നത്. ഈ മിററും നമ്മുടെ ഇൻസിഡൻറ്റ് റേയും തമ്മിലുള്ള ആംഗിളാണ് നമുക്കിവിടെ 35 ഡിഗ്രി എന്ന് തന്നിട്ടുള്ളത്. ചോദിച്ചിട്ടുള്ളത് എന്താ, ഇതും ഇതും തമ്മിലുള്ള അല്ലേ, ഈ ആംഗിളാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഈ ആംഗിൾ സെറ്റാണല്ലോ, റെഡി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് കണ്ടുപിടിക്കണം അല്ലേ. ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ഒരു സിമ്പിൾ ടെക്നിക്ക് ഉണ്ട്. ഇത് നോക്കിയടാ, ഇത് 90 ഡിഗ്രി അല്ലേ, റൈറ്റ് ആംഗിൾഡ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ 90 - 35 ചെയ്താൽ മതി അല്ലേ. അങ്ങനെയാണെങ്കിൽ 90 - 35 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 55 ഡിഗ്രിയാണ് അല്ലേ. സോ നമുക്കറിയാം ഇതാണ് നമ്മളുടെ ഇൻസിഡൻറ്റ് ആംഗിൾ അല്ലേ. അതായത് ഇൻസിഡൻറ്റ് റേയും നോർമലും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് ഇൻസിഡൻറ്റ് ആംഗിൾ എന്ന് പറയുന്നത്. അതുതന്നെയായിരിക്കും നമ്മളുടെ റിഫ്ലക്റ്റഡ് ആംഗിൾ എന്ന് നമുക്കറിയാം അല്ലേ. അക്കോർഡിംഗ് ടു റിഫ്ലക്ഷൻ്റെ ലോ നമ്മളത് പഠിച്ചു കഴിഞ്ഞതാണ്. സോ ഇവിടെ എത്രയാകും, 55 ഡിഗ്രി തന്നെ ആകും അല്ലേ, 55 ഡിഗ്രി. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ആംഗിൾ ബിറ്റ്വീൻ ഇൻസിഡൻറ്റ് റേ ആൻഡ് ദ റിഫ്ലക്റ്റഡ് റേ, ഈ ടോട്ടൽ ആംഗിളാണ്. സോ 55 + 55 we will get 110 ഡിഗ്രി, 110 ഡിഗ്രി അല്ലേ. സെറ്റാണല്ലോ, റെഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദി ലോസ് ഓഫ് റിഫ്ലക്ഷൻ ആർ ട്രൂ ഫോർ ഓൾ റിഫ്ലക്റ്റിംഗ് സർഫസ് അല്ലേ. ഇതെല്ലാത്തിനും ഇത് ആപ്ലിക്കബിൾ ആണെന്ന് നമുക്കറിയാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ദ ഇമേജ് ഫോംഡ് ബൈ എ പ്ലെയിൻ മിറർ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം പ്ലെയിൻ മിററിൽ എപ്പോഴും ഇമേജസിന് വെർച്വൽ ആയിരിക്കും ആൻഡ് ഇറക്റ്റ് ആയിരിക്കും അല്ലേ, നിവർന്നതാണ് അല്ലേ. നമ്മൾ പ്ലെയിൻ മിററിൽ സാധാരണ കണ്ണാടി നോക്കുമ്പോൾ തല കുത്തിനെയാണോ കാണുന്നത്, അല്ല അല്ലേ, ഇറക്റ്റ് ആയിട്ടാണ് നമുക്ക് കാണുന്നത്. നെക്സ്റ്റ്, സെയിം സൈസ് ആസ് ദി ഒബ്ജക്റ്റ് അല്ലേ. നമ്മൾ കണ്ണാടിയിൽ മുഖം നോക്കുന്ന സമയത്ത് നമ്മളെ മുഖം തന്നെയാണ് അവിടെ കാണുന്നത്, അല്ല വലുതോ ചെറുതായിട്ടോ ഒന്നും അല്ല കാണുന്നത്, സെയിം സൈസ് ആണ് കാണുന്നത് അല്ലേ. നെക്സ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മളിവിടെ വലത് കൈ പൊക്കുന്ന സമയത്ത് ഇമേജിൻ്റെ ഇടത് കൈയായിട്ടാണ് നമുക്ക് പൊക്കിയതായിട്ട് ഫീൽ ചെയ്യുക. ആ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്നവരാണ് ലാറ്ററൽ ഇൻവേർഷൻ. ഇവിടെ തന്നിട്ടുണ്ട് ലാറ്ററലി ഇൻവേർട്ടഡ് അല്ലേ. വലത് ഇടതായിട്ടും ഇടത് വലതായിട്ടൊക്കെയാണ് നമുക്ക് അവിടെ തോന്നുക. ആ പ്രതിഭാസത്തെ നമ്മൾ പറയുന്നവരാണ് ലാറ്ററൽ ഇൻവേർഷൻ. സോ ഇവിടെ ഇതെല്ലാം ശരിയാണ്. സോ ഓൾ ഓഫ് ദി എബവ് എന്ന് നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഇമേജ് ഫോംഡ് ബൈ എ പ്ലെയിൻ മിറർ ഈസ്. വായിച്ചു നോക്കി, ഓരോ ഓപ്ഷനും വായിച്ചു നോക്കണം കേട്ടോ, മറന്നു പോകരുത്. നമ്മൾ ചിലപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ നോക്കുമ്പോൾ അത് ശരിയാണോ അങ്ങനെ ടിക്കറ്റ് കൊടുക്കുക, അങ്ങനെ ആവില്ല അല്ലേ. നോക്ക്, വെർച്വൽ, ബിഹൈൻഡ് ദ മിറർ ആൻഡ് എൻലാർജ്ഡ് ആസ് ദി ഒബ്ജക്റ്റ്. എൻലാർജ്ഡ് ആണോ കാണുന്നത്, ആണോ 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 അല്ല അല്ലേ, അല്ല. നെക്സ്റ്റ്, വെർച്വൽ ആണ്, ബിഹൈൻഡ് ദ മിറർ ആൻഡ് ഓഫ് ദി സെയിം സൈസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ശരിയാണ്. നെക്സ്റ്റ്,
റിയൽ അല്ല, റിയൽ അല്ല, തെറ്റാണ്. റിയൽ നെക്സ്റ്റ് റിയൽ പറഞ്ഞു തെറ്റാണ്. സോ ഓപ്ഷൻ ബി ഈസ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ റേ ഓഫ് ലൈറ്റ് പാസസ് ഫ്രം എ മീഡിയം എ ടു മീഡിയം ബി. രണ്ട് മീഡിയത്തിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. സോ നമുക്കറിയാം അത് റിഫ്രാക്ഷൻ ആണ്. ഓക്കെ, റിഫ്രാക്ഷൻ ആണ് സംഭവിക്കുന്നതാണ് അല്ലേ. നമ്മുടെ മീഡിയത്തിൻ്റെ ബൗണ്ടറി എന്ന് പറയുന്നത് ഇത് എ ആണ്, ഇത് ബി ആണ്. നോ ഡീവിയേഷൻ എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നോ ഡീവിയേഷൻ എപ്പോഴാണ് നടക്കുക? റേ ഓഫ് ലൈറ്റ് നോർമലിൻ്റെ പോലെ അലോങ് ദി നോർമൽ വരുമ്പോഴാണ് അല്ലേ. നമുക്കറിയാം. അല്ലെങ്കിൽ മീഡിയം ബീൻ്റെ ബൗണ്ടറി ആയിട്ട് ഇത് എത്ര ആംഗിൾ ഉണ്ടാക്കും എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ് 90 ഡിഗ്രി അല്ലേ, 90 ഡിഗ്രി. സോ ഓപ്ഷൻ ബി ഈസ് ദി റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ റിഫ്രാക്റ്റീവ് ഇൻഡിസസ് ഓഫ് 4 സബ്സ്റ്റൻസസ് P, Q, R and S നമുക്ക് തന്നിട്ടുണ്ട്. അത് എത്രയാണ്? 1.50, 1.36, 1.77 and 1.31 respectively. The speed of light is maximum in the substance P, Q, R, S. അങ്ങനെ 4 ആൾക്കാരെ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഒരു കാര്യമാണ് ഇതിൽ അറിഞ്ഞിരിക്കേണ്ടത്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയാൽ സ്പീഡ് എന്ത് ചെയ്യും? കുറയും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം നമ്മൾ ആ ഒരു ഓർഡറാണ് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലേ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ദ ലൈറ്റ് ഈസ് മാക്സിമം അല്ലെ, സ്പീഡ് ഓഫ് ലൈറ്റ് ഇസ് മാക്സിമം എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. വി കൂടുതൽ അപ്പോൾ ആർക്കായിരിക്കും? വി കൂടണമെന്നുണ്ടെങ്കിൽ എൻ കുറയണം. അപ്പം എൻ ആർക്കാണോ ഏറ്റവും കുറവ് അയാൾക്കായിരിക്കും സ്പീഡ് കൂടുതലെന്ന് മക്കൾ മനസ്സിലാക്കുക. സോ എൻ ആർക്കാണ് ഇതിൽ ഏറ്റവും കുറവ്? 1.5 ഉണ്ട്, 1.36, 1.77 ഉണ്ട്. സോ 1.31 ആണ് ഏറ്റവും കുറവായിട്ട് കാണുന്നത്. ബിക്കോസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞാലാണ് സ്പീഡ് ഓഫ് ലൈറ്റ് കൂടുക എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സോ ഇതാർക്കാണ്? എസ്സിനാണ് അല്ലേ. സോ ഓപ്ഷൻ ഡി ഈസ് റൈറ്റ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ഡി ഈസ് ദി റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ റിഫ്രാക്റ്റീവ് ഇൻഡിസസ് ഓഫ് 4 മെറ്റീരിയൽസ്. നേരത്തെ പറഞ്ഞ അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. എ, ബി, സി ആൻഡ് ഡി തന്നിട്ടുണ്ട് അല്ലേ. വാല്യൂസ് ഇവിടെ തന്നിട്ടുണ്ട്. വെൻ ദ ലൈറ്റ് റേസ് പാസ് ഫ്രം എയർ ഇൻ ടു ദീസ് മെറ്റീരിയൽസ് ദേ റിഫ്രാക്ട് ദ മാക്സിമം റിഫ്രാക്ഷൻ അല്ലെങ്കിൽ മാക്സിമം ഡീവിയേഷൻ ആർക്കാന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അവിടെ മനസ്സിലാക്കണം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുമ്പോഴാണ് ഡീവിയേഷൻ കൂടുക അല്ലെങ്കിൽ റിഫ്രാക്ഷൻ കൂടുക കേട്ടോ. റിഫ്രാക്ഷൻ കൂടുക. അപ്പോൾ ആർക്കാണോ കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ളത് അയാൾക്കായിരിക്കും കൂടുതൽ റിഫ്രാക്ഷൻ സംഭവിക്കുന്നത് കേട്ടോ. അപ്പോൾ കൂടുതൽ ഡീവിയേഷൻ സംഭവിക്കാൻ നോക്കിയോ. എ, ബി, സി, ഡി. സോ ആർക്കാണ്? മെറ്റീരിയൽ സിക്കാണ് മാക്സിമം റിഫ്രാക്ഷൻ നടക്കുന്നത്. സെറ്റാണല്ലോ. നെക്സ്റ്റ്, refractive indices of water, sulfuric acid, glass and carbon disulfide are നമുക്ക് വാല്യൂസ് ഇവിടെ തന്നിട്ടുണ്ട്. 4 വാല്യൂസ്. ദ ലൈറ്റ് ട്രാവൽ സ്ലോവസ്റ്റ് ഇൻ. നേരത്തെ ചോദിച്ചതിന് നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ നമ്മളെ മനസ്സിൽ എന്താ പറയുന്നത്? എന്നും വിയും അല്ലേ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സും വെലോസിറ്റിയും അല്ലെങ്കിൽ സ്പീഡും അവർ ഓപ്പോസിറ്റ്ലി റിലേറ്റഡ് ആണ് അല്ലേ. ഒരാൾ കൂടിയാൽ മറ്റേ ആൾ കുറയും. അപ്പോൾ എന്നാർക്കാണോ ഏറ്റവും കൂടുതൽ അല്ലേ അയാൾക്ക് വി എന്തായിരിക്കും? കുറവായിരിക്കും. ഒരു റിലേഷൻ മനസ്സിലാക്കുക, എന്നു കൂടിയാൽ വി കുറയും. ഈ ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക? യുക്തിക്കനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തും കൂട്ടിയൊക്കെ എന്ത് ചെയ്യുക അല്ലേ, അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ എഴുതി കൊടുക്കുക. ഒരൊറ്റ റിലേഷൻ പഠിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് അത് നമ്മൾ ലോജിക്ക് അനുസരിച്ച് അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ എന്നു കൂടിയാൽ വി കുറയും അല്ലേ. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ആരാണ്? ലൈറ്റ് ട്രാവൽ സ്ലോവസ്റ്റ് ഇൻ. അപ്പോൾ വി കുറവാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. വി കുറവായിരിക്കും. ആർക്കാണ് ഇതിൽ ഏറ്റവും കൂടുതൽ? അയാൾക്കാണ് വി കുറവ്. ആർക്കാണ് ഏറ്റവും കൂടുതൽ? 1.63 ആണല്ലേ. 1.63 ആൾക്കാണ് കാർബൺ ഡൈസൾഫൈഡ്. സെറ്റാണല്ലോ. റെഡി അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പവർ ഓഫ് എ കോൺവെക്സ് ലെൻസ്. ആ ലെൻസിൻ്റെ കാര്യത്തിലോട്ട് എത്തിയിട്ടുണ്ട്. പവർ ഓഫ് എ കോൺവെക്സ് ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് 50 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട് അല്ലേ. ഫോക്കൽ ലെങ്ത് നമുക്കിവിടെ തന്നിട്ടുണ്ട് അല്ലേ. എഫ് ഇസ് ഈക്വൽ ടു തന്നിട്ടുണ്ട്. എത്രയാണ്? 50 സെൻറ്റിമീറ്റർ എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരു ഹിൻറ്റും കൂടെ ഉണ്ട്. കോൺവെക്സ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ പവർ എന്താവണം? പോസിറ്റീവ് ആവണം. ആ ഒരു പോയിന്റ് മനസ്സിലാക്കി വെക്കണം കേട്ടോ. പവർ കോൺവെക്സിൻ്റെ കേസിലും കോൺകേവിൻ്റെ കേസിൽ നിങ്ങൾ മനസ്സിലാക്കണം. കോൺവെക്സിൻ്റെ കേസിൽ പോസിറ്റീവും കോൺകേവിൻ്റെ കേസിൽ നെഗറ്റീവും ആയിരിക്കും പവർ. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി
എഫ് തന്നിട്ടുണ്ട് അല്ലേ, എങ്ങനെ പവർ കണ്ടുപിടിക്കും? എന്തെങ്കിലും അറിയാം നിങ്ങൾക്ക്? സിമ്പിളാണ്. പി ഈസ് ഈക്വൽ ടു 1/f ചെയ്താൽ മതി. പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ നമുക്ക് എഫ് 50 സെൻറ്റിമീറ്റർ എന്നാണ് തന്നിട്ടുള്ളത്. ഈ സെൻറ്റിമീറ്റർ എന്ത് മാറ്റണം? മീറ്ററിലോട്ട് നമ്മൾ മാറ്റണം. സോ എങ്ങനെയാ 50 സെൻറ്റിമീറ്ററിലെ മീറ്ററിലോട്ട് മാറ്റുക? നമുക്കറിയാം 100 സെൻറ്റിമീറ്റർ ആണ് 1 മീറ്റർ. അങ്ങനെയാണെങ്കിൽ മീറ്ററിലോട്ടാണെങ്കിൽ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്താൽ മതി. സോ 5/10 എത്രയാണ്? 0.5 ആണ് അല്ലേ? കിട്ടി. ഇനി പവർ കണ്ടുപിടിക്കാൻ പവർ ഇസ് ഈക്വൽ ടു 1/0.5 ചെയ്താൽ മതി അല്ലേ? മേലെയും താഴേക്ക് എന്ത് ചെയ്യുക? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ കിട്ടും 10/5 എന്ന് കിട്ടും. 10/2 10/5 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഈക്വൽ ടു 2 കിട്ടും അല്ലേ? അപ്പോൾ 2 ഉണ്ടോ? 2 എത്ര എന്താണ്? നമ്മുടെ പവറിൻ്റെ യൂണിറ്റ് നമുക്കറിയാം ഡയോപ്റ്റർ ആണ് അല്ലേ? സോ ഡി, ക്യാപിറ്റൽ ഡി ആണ്. സോ 2D + 2D കറക്റ്റ് ആണല്ലോ. പ്ലസ് എന്ന് വന്നത് ബിക്കോസ് കോൺവെക്സ് ആയതുകൊണ്ടാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോവിങ് കറക്റ്റ്ലി റെപ്രസെൻറ്റ് ഗ്രാഫിക്കൽ റിലേഷൻ ബിറ്റ്വീൻ സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് സൈൻ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ? നമുക്കറിയാം സൈൻ ഐ ഡിവൈഡഡ് ബൈ സൈൻ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കോൺസ്റ്റൻറ്റ് അല്ലേ? n ആണ്. അതൊരു കോൺസ്റ്റൻ്റ് ആണ് നമുക്കറിയാം അല്ലേ? അപ്പോൾ ഇവരുടെ റേഷ്യോ അല്ലെങ്കിൽ ഇവരുടെ സ്ലോപ്പ് എന്താണ്? കോൺസ്റ്റൻ്റ് നമുക്കറിയാം. അങ്ങനെയുള്ള ഗ്രാഫ്സ് ആണ് ഈ ഗ്രാഫ് അല്ലേ? ഇവിടെ പോസിറ്റീവ് ആണല്ലോ അല്ലേ? നെഗറ്റീവ്സ് ഒന്നും കാണുന്നില്ല. സോ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. സോ ഹിയർ ഓപ്ഷൻ ഇ ഈസ് ദി റൈറ്റ് ആൻസർ. സെറ്റാണല്ലോ? റെഡി? ഇനി ഒരൊറ്റ ക്വസ്റ്റ്യനും കൂടെ. ഇത് ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടാണ് തരുന്നത് അല്ലെ? വീഡിയോസ് കാണുന്നുണ്ട് അല്ലെ? നിങ്ങളെ ലൈക്ക്, ഒരു കാര്യം കൂടെ പറയാണ്ട്, നിങ്ങൾ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കും കൂടെ അറിയണ്ടേ? ദ മാഗ്നിഫിക്കേഷൻ m ഓഫ് ആൻ ഇമേജ് ഫോംഡ് ബൈ ദ സ്ഫെറിക്കൽ മിറർ ഈസ് നെഗറ്റീവ്. ഇറ്റ് മീൻസ് ദ ഇമേജസ്. എന്താണ് ക്വസ്റ്റ്യൻ എടാ? m നമ്മളോട് പറയാണ് m നെഗറ്റീവ് ആണെങ്കിൽ ഇമേജിൻ്റെ പ്രത്യേകത എന്തായിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പം ഇതെന്ത് ചെയ്യണം? നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്കറിയാം അല്ലേ? ഒരൊറ്റ ഓപ്ഷൻ ഞാൻ പറഞ്ഞുതരാം. ഇറക്റ്റ് ആണോ, നിവർന്നതാണോ, തല തിരിഞ്ഞതാണോ, ഇൻവേർട്ടഡ് ആണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് അല്ലേ? ഇറക്റ്റ് ആണെങ്കിൽ ഇതാണ് നമ്മളുടെ പോൾ എന്ന് വിചാരിച്ചോളൂ, ഇങ്ങനെ മുകളിലോട്ടായിരിക്കും. ഇൻവേർട്ടഡ് ആണെങ്കിൽ അല്ലേ ഇങ്ങനെ താഴേക്കായിരിക്കും. ഈ കാര്യം മാത്രം മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ ആൻസർ കമൻറ്റ് ചെയ്യുന്നു വിചാരിക്കുന്നു. അപ്പോൾ പിന്നെ കാണാം. ബൈ. താങ്ക് യു സോ മച്ച്.